ഹലോ ഫ്രണ്ട്സ്, സന്ധ്യ മയങ്ങി വരുന്ന ആ നേരം നമ്മുടെ മുറ്റത്തുകൂടിയൊക്കെ ചുമ്മാ ഒന്ന് നടക്കാൻ ഇറങ്ങിയതാണ്. അപ്പോൾ ഫോണും കൂടി എടുത്തു, ചെറിയൊരു വീഡിയോ പിടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാ രാവിലെ ആവുമ്പോൾ കൊഴിഞ്ഞു പോകുന്ന നമ്മുടെ 4 മണിപ്പൂക്കളൊക്കെ ഇവിടെ നിറഞ്ഞു നിൽക്കുന്നു. ചെറിയ മഴ പെയ്തപ്പോൾ തന്നെ ധാരാളം പുതിയ തൈകളൊക്കെ പൊട്ടി വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ റോസാപ്പൂക്കളെല്ലാം വിരിഞ്ഞു കൊഴിഞ്ഞു. ഇനി ഇതെല്ലാം വെട്ടി നിർത്താറായി കേട്ടോ. ഇടയ്ക്ക് ഓരോ മുട്ടുകളാണ് ഇപ്പോൾ ഉള്ളത്. ഇതെന്ത് ഭംഗിയാണെന്നറിയോ. പക്ഷേ 4 മണിയാകുമ്പോൾ വൈകുന്നേരം വിരിയും, രാവിലെ ആകുമ്പോൾ ഒന്നും കാണില്ല കേട്ടോ, അതങ്ങ് പോകും. അതിൻ്റെ വിത്താണെങ്കിൽ കടുക് പോലെ ഇരിക്കുന്നു. കൃഷ്ണ തുളസി, വെള്ള തുളസിയുണ്ട്, നീല തുളസിയുണ്ട് കേട്ടോ നമ്മുടെ വീട്ടിൽ. പിന്നെ അതാ മഴ പെയ്തപ്പോൾ നിറയെ 4 മണികളാണ് ഇവിടെയൊക്കെ ഒത്തിരി 4 മണികൾ പൊടിച്ചിട്ടുണ്ട് കേട്ടോ. ഇത് പിന്നെ ഒരു ചോടുണ്ടെങ്കിൽ പിന്നെ അതിൻ്റെ വിത്ത് വീണ് ധാരാളം ആയിക്കോളും. ഇവിടെ ഈ ഒരു പിങ്ക് കളർ മാത്രമേ ഉള്ളൂ. പക്ഷെ വെള്ളയും ഒരു റോസ് കളറും കൊണ്ടുവന്ന് നട്ടതാണ്, അത് പിടിച്ചില്ല കേട്ടോ. ഇപ്പം ഈ പിങ്ക് കളർ മാത്രമേ ഉള്ളൂ. ഇതാണ് എൻ്റെ ബഡ് റോസ്, വിരിഞ്ഞ് വരുന്ന ബഡ് റോസ്. പിന്നെ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കറ്റാർ വാഴ, ഒരു വളരെ ആവശ്യമായിട്ടുള്ളൊരു മെഡിസിനൽ പ്ലാന്റാണ് കറ്റാർ വാഴ. എണ്ണ കാച്ചാനൊക്കെ നമുക്ക് എടുക്കാമല്ലോ. പിന്നെ നമ്മുടെ കോവിലിലേക്ക് പോവാന്നുണ്ടെങ്കിൽ വാഴയിലയിൽ പറിച്ച് കൊണ്ടുപോവാൻ ചെത്തിപ്പൂവ്, അമ്പലത്തിൽ കൊണ്ടുപോകാൻ കുറച്ച് മുല്ലപ്പൂവും ചെമ്പരത്തിപ്പൂവും തെച്ചിപ്പൂവും കൂടി പറിച്ച് നമ്മൾ ഇടയ്ക്ക് കൊണ്ടുപോകാറുണ്ട് കേട്ടോ. പിന്നെ എൻ്റെ സ്വന്തം കറിവേപ്പില. ഇതൊക്കെയാണ് നമ്മുടെ മുറ്റത്തെ കാഴ്ചകൾ, സായാഹ്ന കാഴ്ചകൾ. കറിവേപ്പിലെല്ലാം പൂവ് വന്നിട്ടുണ്ട് കേട്ടോ. പൂവ് വന്നു കഴിഞ്ഞാൽ അത് പറിച്ച് കളയും. ഇവിടെ അതിന് പൂവ് വരുന്നത് കൊള്ളില്ല എന്നൊക്കെ പറയും കേട്ടോ. എനിക്കറിയില്ല അതിൻ്റെ എന്തുകൊണ്ടെന്ന്. പിന്നെ അതാ ഫ്രണ്ട്സ്, ഇതൊരു സ്പെഷ്യൽ സാധനം കണ്ടോ, അരിപ്പൂവിൻ്റെ പഴം. ഇതെല്ലാം പഴുത്ത് കേട്ടോ, അതിൻ്റെ വിത്തെല്ലാം പഴുത്തു, നല്ല ഭംഗിയാണ്. ഇനി നിറയെ കിളികൾ വരും. കിളികൾ കൂടി വന്ന് ഇതെല്ലാം കഴിച്ച് കുറേയൊക്കെ ആയി കഴിയുമ്പോൾ ഞാനതങ്ങ് വെട്ടും കേട്ടോ. പിന്നെ വെട്ടി കഴിയുമ്പോൾ പുതിയത് നല്ല പൊട്ടി മുളച്ച് വന്ന് പൂവുണ്ടാകും. അങ്ങനെയാണത് ചെയ്യുന്നത്. മുല്ലപ്പൂവെല്ലാം പൊഴിഞ്ഞു പോയി, ഇനി കുറച്ച് പൂക്കൾ തന്നെ ഉള്ളൂ. എല്ലാം പോയി കേട്ടോ, എല്ലാം തീർന്നു, വിരിഞ്ഞ് തീർന്നു. പിന്നെ ഇതാ ഒരു സുന്ദരി നിൽക്കുന്നു, ഓർക്കിഡ്. നിറയെ ബഞ്ച് വിരിഞ്ഞിട്ടുണ്ട് കേട്ടോ, നല്ല ഭംഗിയാണ് കാണാൻ. ഇതിലേക്കാളും നേരിട്ട് കാണാൻ അത്രയും ഭംഗിയാണ് കേട്ടോ. കണ്ടോ, ഒരെണ്ണം അങ്ങ് ഒടിഞ്ഞ് റോഡിലോട്ട് വീണ് കിടക്കുക. പടർന്ന് നല്ല ഭംഗിയായിട്ട് കിടക്കും കേട്ടോ. ഇത് ഒരു 2 മാസം സുഖമായിട്ട് ഈ ഓർക്കിഡ് നിൽക്കും, അത്ര നല്ല ഭംഗിയാണ് കണ്ടോ. പിന്നെ നമ്മുടെ കുറച്ച് ചെമ്പരത്തിപ്പൂവ് അവിടെ നിൽക്കുന്നുണ്ട്. താങ്ക് യു ഫോർ വാച്ചിങ് ഫ്രണ്ട്സ്. ബൈ ബൈ.